ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ട്രാവൽ വ്ളോഗാണ്. ഞാൻ തായ്ലൻഡിൽ പോയതിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഗാർഡനാണ് ഇത്. ഇവിടെ 500 ഏക്കറിലാണ് ഈ ഗാർഡൻ. ആദ്യം തന്നെ കാക്ടസ് ഗാർഡനിലാണ് കയറുന്നത്. നമുക്കൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കണ്ടു തീരാൻ പറ്റാത്ത തരത്തിലുള്ള അത്രയും ഏക്കർ കണക്കിലാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഈ 500 ഏക്കർ ഗാർഡൻ മാത്രമല്ല, ഇതിനകത്തില്ലാത്ത സംഗതികളൊന്നുമില്ല. ഇതിപ്പോൾ ആന വളർത്തലും ഉണ്ട്. ഇതിൻ്റെ കൂടെ ആന വളർത്തലുണ്ട്, ബിൽഡിങ്ങുകളുണ്ട്, അതേപോലെ ഷോപ്പുകളുണ്ട്. ഈ 500 ഏക്കറിനകത്ത് ഗാർഡൻ മാത്രമല്ല, പല പല സംഗതികളും ഉണ്ട്. അപ്പം ഈ ആനയൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്, നല്ല നീറ്റാണ് അവിടെയൊക്കെ. ഞാനൊന്നും അതിൽ ആനയൊക്കെ തൊട്ട് നോക്കാനൊക്കെ നോക്കുകയാണ്. പേടിയുണ്ട്, എങ്കിൽ കൂടി അതിൻ്റെ അടുത്തൊക്കെ ഞാൻ പോയി നിൽക്കുന്നുണ്ടായിരുന്നേ. കുറേ അധികം ആനകൾ ഈ സ്ഥലത്തുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗാർഡനാണ്. അതേപോലെ ഇത് പ്രൈവറ്റ് ആണ്, ഗവൺമെൻറ്റിൻ്റെ അല്ല. ഞങ്ങളുടെ കൂടെ വന്നവരിൽ ചിലർ ആനപ്പുറത്ത് കയറുന്നുണ്ടായിരുന്നേ. പക്ഷെ ഞാൻ കയറിയില്ല, എനിക്ക് പേടിയായതുകൊണ്ട്. ദയ, ഇതാണ് ഞങ്ങളുടെ ഗൈഡ് ദയ ഫ്രം കാലിക്കറ്റ്. നമ്മളുടെ കൂടെ വന്ന ആൾക്കാരാണ്, കൊച്ചിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഇവരെല്ലാം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ പുള്ളിക്കാരി, ഈ വൈറ്റ് ഉടുപ്പിട്ട പുള്ളിക്കാരി ഒരു യൂട്യൂബറും കൂടാണ്. ഈ ഗാർഡൻ്റെയൊക്കെ നടുക്ക് ഓരോ ആനിമൽസിൻ്റെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ വലിയ വലിയ മരങ്ങൾ, തെങ്ങ്, ഇതെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞപ്പം വണ്ടിയിലാണ് ഇവിടെ എല്ലാം കൊണ്ട് കാണിച്ചത്. എന്നുവെച്ചാൽ വണ്ടിയിലാണെങ്കിലും ഒരു ദിവസം ഇത് കംപ്ലീറ്റ് കണ്ടു തീരാൻ പറ്റില്ല. പിന്നെ നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വണ്ടിയെന്ന് പറയുമ്പോൾ കാറും ബസ്സും അല്ല, പാർക്കിൽ കൊണ്ടുപോകുന്ന വണ്ടിയുണ്ടല്ലോ, അതിലാണ് പോയത്. കുറേ ആൾക്കാർ എല്ലാവരും കൂടാണ് ചേർന്ന് പോയത്. ഇതിപ്പോൾ ഗാർഡൻ സിറ്റിയുടെ ഏറ്റവും ടോപ്പിൽ നിന്നാണ് ഇതെടുത്തേക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടവും കവർ ചെയ്യാൻ പറ്റില്ല. എന്താന്ന് പറഞ്ഞാൽ ഒരു 500 ഏക്കർ സ്ഥലത്താണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അവിടെ എല്ലാം കണ്ടതിന് ശേഷം പട്ടായയിൽ കോറൽ ഐലൻഡിൽ വന്നേക്കാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ചെറിയ ബോട്ടിൽ കയറി വേണം നമ്മൾക്ക് പാരാസൈലിംഗ് ചെയ്യുന്നിടത്ത് പോകാൻ. കുറച്ച് ദൂരം നടന്നിട്ട് വേണം ചെറിയ ബോട്ടിൽ കയറാൻ. വലിയൊരു പാലമുണ്ട്, ആ പാലത്തിലൂടെ വേണം നമ്മൾ നടക്കാൻ. ഞങ്ങൾ അവിടെ എല്ലാം കുറേ കറങ്ങി അവിടെ എല്ലായിടം ഒന്നെല്ലാം നോക്കിയിട്ട് പിന്നെ നമ്മൾ
അവിടോട്ട് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോയി. നല്ല രസമാണ് കാണാനൊക്കെ. വലിയ കടലും ബോട്ടും ആളുകളും എല്ലാം ടൂറിസ്റ്റുകളാണേ. എന്ത് ഭംഗിയാണ് കാണാനെന്ന് നോക്കി. അപ്പം ഞങ്ങൾ ഓരോരുത്തരായിട്ട് ക്യൂ നിന്നിട്ട് വേണം നമ്മൾ പാരാസെയിലിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ നമ്മൾക്ക് ഡ്രസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്കറ്റൊക്കെ ഇട്ട് തരും. ഇതിപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, എങ്കിൽ കൂടി ഞാൻ ഒന്ന് ട്രൈ ചെയ്തു. നമ്മളിങ്ങനെ ആദ്യം ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു എനിക്ക് കേട്ടോ. എന്നിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിടത്ത് തന്നെ കൊണ്ടുവന്ന് വിടും. അതേപോലെ തിരിച്ച് ബോട്ടിൽ ഞങ്ങളെ അവിടെ കൊണ്ടുവിട്ടു. അതിന് ശേഷം നമ്മൾ കടലിൽ നമ്മളെല്ലാവരും കുറച്ച് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു മോളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ, പുള്ളിക്കാരി കടലിൽ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ തായ്ലൻഡിൽ പോയ സെക്കൻഡ് ഡേയിലുള്ള വിശേഷങ്ങൾ. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്.